ഹായ്. അപ്പോൾ ഇന്ന് ഞാൻ വേറൊരു സൂത്രം പഠിപ്പിക്കാം. പൊക്കിളിൽ എണ്ണ പറ്റിക്കഴിഞ്ഞാൽ കിട്ടാവുന്ന പല അത്ഭുതങ്ങളെ കുറിച്ച് ഞാൻ പറയാം കേട്ടോ. പൊക്കിളിൽ എണ്ണ പറ്റിയ എന്താ കാര്യം വെച്ചാൽ ഒന്ന് മാത്രം മനസ്സിലാക്കാം. നമ്മൾ ജനിക്കുന്നത് തന്നെ നമ്മളെ എല്ലാ ശരീരത്തിന് ആവശ്യമുള്ള ന്യൂട്രിയൻസ് കിട്ടുന്നത് പൊക്കിളിൽ നിന്നാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ജനനം നടക്കുന്ന സമയത്താണ് ആ പൊക്കിൾ അമ്മേൻ്റെ ഇതിൽ നിന്ന് നമ്മൾ വിടിക്കപ്പെടുന്നത് അല്ലേ. അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ വളരെ പവർഫുള്ളാണ്. അപ്പം ഞാൻ ചില എണ്ണകളെ കുറിച്ചൊരു പ്രത്യേകിച്ച് ഒന്ന് എടുത്ത് പറയാം. തുടക്കം നമ്മുടെ നാട്ടിലത്തെ വെളിച്ചെണ്ണ വെച്ചിട്ട് തന്നെ ആയിക്കോട്ടെ. വെളിച്ചെണ്ണ അല്ലെങ്കിൽ നമ്മുടെ വേപ്പിൻ്റെ എണ്ണ, കക്കന വേപ്പ്, നീമിൻ്റെ എണ്ണ, അത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുഖക്കുരു കാര്യങ്ങൾ പോകാൻ വേണ്ടിയിട്ട് നമുക്കത് നല്ലതാണ്. രക്തശുദ്ധീകരണം, ഇതേ പ്രകാരം തന്നെ പീരിയഡ്സ്, ഫെർട്ടിലിറ്റി ഇതിന് വേണ്ടിയിട്ട്, അപ്പോൾ സ്പേം കൗണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ്. ഇതേ പ്രകാരം തന്നെ നമ്മുടെ കടുകെണ്ണയുണ്ട്. കടുകെണ്ണ നമുക്ക് ഇതേ പ്രകാരം തന്നെ എന്താ കാര്യം വെച്ചാൽ ഗ്യാസ് ട്രബിൾ വല്ലാണ്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതേ പ്രകാരം തന്നെ ശരീരത്തിൽ നിന്ന് ടോക്സിൻസ് വല്ലാണ്ട് വയറ് സ്തംഭിക്കുക, അതിനൊക്കെ നല്ലതാണ്. അവണാക്കെണ്ണ, പീരിയഡ്സ് നല്ല വേദനയുള്ള പീരിയഡ്സൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ആ സമയത്ത് നമ്മുടെ പൊക്കിളിൽ ഉപയോഗിക്കുക. വാദത്തിൻ്റെ, ശരീരത്തിൻ്റെ അതേ പ്രകാരം തന്നെ നടുവേദന, ഇതിനൊക്കെ ഇതിന് സഹായിക്കുന്നതാണ്. പശു നെയ്യ്, പീരിയഡ്സ് സമയത്തിനാവുന്നില്ലെങ്കിൽ പശു നെയ്യിൻ്റെ പരീക്ഷണം ചെയ്യാം. ഇതേ പ്രകാരം ബദാമിൻ്റെ എണ്ണ, അതെന്താ വെച്ചാൽ മാനസികം പിരിമുറുക്കം, ടെൻഷനും കാര്യങ്ങളും, ഉറക്കക്കുറവ് അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമുക്കിത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അപ്പം ഞാൻ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് കൂടെ ഞാൻ പറയാം. രാത്രി കിടക്കുന്ന സമയത്ത് നമ്മൾ ഒരു ദിവസത്തിൽ ഒരു നേരം ചെയ്താലും മതി. ഇപ്പോൾ എക്സാമ്പിൾ വെളിച്ചെണ്ണ ചുണ്ട് പൊട്ടലിനൊക്കെ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഡ്രൈ ആയിട്ട് മാറുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ഏത് ട്രീറ്റ്മെൻറ്റ് ആവശ്യം വെച്ചെങ്കിൽ അത് എല്ലാ ദിവസവും മാറിയിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ഒരു കുറച്ച് ആഴ്ച ചെയ്തിട്ട് അടുത്തത് അടുത്ത ആഴ്ച ചെയ്യാം. നിങ്ങളുടെ ആവശ്യപ്രകാരം നിങ്ങൾ ചെയ്യാം. കിടക്കുന്ന സമയത്ത് കിടക്കണേക്കാളും മുൻപ് ലൈറ്റായിട്ട് ഈ എണ്ണേനെ ചൂടാക്കാം. അപ്പോൾ ചെറിയൊരു ടീസ്പൂണിൽ ഈ എണ്ണ എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഒന്ന് നമ്മുടെ മെഴുകുതിരിൻ്റെ മുകളിൽ കാണിച്ചു കഴിഞ്ഞാൽ പേരിനുള്ളൊരു ചൂട് നമുക്ക് വരും. ആ പേരിന് ചൂടുള്ളത് വിരലുകൊണ്ട് എടുക്കുക. എന്നിട്ട് പൊക്കിളുമേ 2-3 ഡ്രോപ്പ് ഒന്ന് ഒഴിച്ചിട്ട് സോഫ്റ്റായിട്ട് മസാജ് ചെയ്താൽ മതി, ക്ലോക്ക് വൈസ്. അപ്പോൾ ക്ലോക്ക് തിരിയുന്ന പ്രകാരം തന്നെ നമ്മൾ ലൈറ്റായിട്ട് ഒന്ന് മസാജ് ചെയ്താൽ മതി. അത് വലിഞ്ഞ് പൊക്കോളും, അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ 2-3 ഡ്രോപ്പ് മാത്രം മതി. അപ്പോൾ അത്രയ്ക്കും അത്ഭുതമാണ് നമ്മുടെ പൊക്കിൾ. അപ്പോൾ ഇന്ന് മുതൽ നമുക്ക് പല വ്യാധികളിൽ നിന്ന് നമുക്ക് ഒരു മോചനത്തിന് വേണ്ടി നമുക്ക് ഈ ചില സൂത്രങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. എനിക്ക് എൻ്റെ ചുണ്ടുപൊട്ടലിന് എനിക്ക് വളരെ